രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പതാകയേറ്റം ഉയർത്തിക്കെട്ടാൻ കഴിയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരും, അത് രാഹുലിൻ്റെ രാജി ആവശ്യമെന്നത് കരുതി. പക്ഷേ അതിലേക്ക് കോൺഗ്രസ് വന്നില്ല. എന്തുകൊണ്ടാണ് ഈ പിന്നോട്ട് പോക്ക് പോയത്? ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ഭയമാണോ? അല്ല, ഈ കാര്യത്തിനകത്ത് രണ്ട് ആക്ഷൻ എടുത്ത ഒരേ സംഭവം മാത്രം. ഒന്ന് രാഹുൽ മാങ്കൂട്ട ഒഴിയേണ്ടി വന്നു. രണ്ട്, അദ്ദേഹത്തിന് പാർട്ടിപരമായിട്ടുള്ള നടപടികളിലെത്തും. പിന്നെ മൂന്നാമത്തെ നടപടി എന്തുകൊണ്ടുണ്ടായില്ല എന്നൊരു ചോദ്യമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം. KPCC പ്രസിഡന്റും നമ്മുടെ പാർട്ടി ലീഡറും കോൺഗ്രസ് നേതൃത്വവും വളരെ കർക്കശമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എന്നെനിക്കറിയാം. അതിന് കാരണം ഒരു മോറൽ സെപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകരുത് എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിന് മാതൃകയായ ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. മറ്റ് സമാന പാർട്ടികളിൽ ഈ സമാന രൂപത്തിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർ എടുത്തതിനേക്കാൾ എത്രയോ ശക്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമീപനം എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. എന്നാലും വിമർശിക്കുന്നവരുണ്ടാകും. കാരണം വിമർശിക്കുന്നവരുടെ ഉദ്ദേശം രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ടാകാം. ഞാൻ അതിനെ പഠിക്കുന്നില്ല. ആ ലക്ഷ്യത്തിലേക്ക് അവർ പൊയ്ക്കോട്ടെ. പക്ഷേ നമ്മളുടെ മാനസികാവസ്ഥ എപ്പോഴും ഈ പ്രസ്ഥാനത്തിന് യാതൊരു കാരണവശാലും പോറലേക്കാൻ പോലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിനായ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ അവന്റെ ഓരി ഒഴുക്കി വളർത്താൻ തകർന്നു പോകാൻ ഒരിക്കലും അല്ല, അങ്ങനെ പ്രസ്ഥാനം തകർന്നു പോവാതിരിക്കാൻ കാരണമാകുന്ന തീരുമാനം ആ രാജി തന്നെ ആവില്ലായിരുന്നോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. കാരണം ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടി കൈവിട്ട ഒരു MLA, കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരു MLA പാലക്കാട് തുടരേണ്ടി വരികയാണ്. അപ്പോൾ ഈ ബാധ്യത പാലക്കാട്ടെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുക്കുമ്പോൾ അതിന് എന്ത് രാഷ്ട്രീയ യുക്തിയാണ് എന്നൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തിന് ഒരു കാരണം ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിസന്ധി കൂടിയല്ലേ? ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രതിസന്ധിയല്ല. ഈ സമാന സാഹചര്യം കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾ എടുത്തതുപോലെയുള്ള മാതൃകാപരമായ നടപടി ഏതെങ്കിലും ഒരു പാർട്ടി ആലോചിച്ചിട്ട് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ അറിയില്ല. ഞങ്ങൾ എടുത്തതിനേക്കാൾ വ്യത്യസ്തമായി ഒരു നടപടി ഏതെങ്കിലും പാർട്ടി എടുക്കുകയാണെങ്കിൽ ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ പാർട്ടിയും ആ പാർട്ടിയുടെ ചോദ്യവുമല്ല പ്രധാനപ്പെട്ടത്. ഞങ്ങളുടെ മനസാക്ഷിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ജനങ്ങളുടെ മാന്യതയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏറ്റവും അധികം രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന ആൾ കൂടിയാണ് താങ്കൾ. ഞാൻ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്ന കോൺഗ്രസ് എവിടെ മുകേഷ് രാജിവെക്കാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചാൽ യുക്തി കൂടുതൽ ഉയർന്നേനെ. നിങ്ങൾക്കൊരു പുതിയ രാഷ്ട്രീയ തന്ത്രവും രാഷ്ട്രീയ ആയുധവും കൂടി കിട്ടിയേനെ. എന്തുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് പോയില്ല എന്നതാണ് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേൾക്കൂ, ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടായി. അതെ അതെ, ഞങ്ങളെടുത്ത നടപടികൾക്ക് പൂർത്തീകരണം വന്നിട്ടില്ലല്ലോ. ആ പൂർത്തീകരണം വന്നതിന് ശേഷം അവസാനം ചോദിക്കേണ്ട ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതിന് ഒരു പാർട്ടിയുടെ നിലപാടുകളുണ്ട്, ഒരു പാർട്ടിയുടെ സമീപനമുണ്ട്. അതിൻ്റെതായ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഏറ്റവും യുക്തവും അതോടൊപ്പം വളരെ ശക്തവുമായ നടപടിയാണ് കോൺഗ്രസ് എടുക്കുന്നത്. ഒരു കാര്യം, ഇനിയിപ്പോൾ അടുത്ത മാസം നിയമസഭ ചേരുകയാണ്. നിയമസഭയിൽ രാഹുലിന്റെ പങ്കാളിത്തം നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത്? പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാക്കില്ല, നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല, അത് മാറ്റി നിർത്തും. ഈ സസ്പെൻഷൻ അതിനുകൂടി ബാധകമാണ്, ശരി തന്നെയാണ്. പക്ഷേ ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? അതിന്റെ സാങ്കേതികത എങ്ങനെയാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത്? സാങ്കേതിക ഇപ്പൊ നിയമസഭയ്ക്കകത്ത് MLA-മാരെ കുറിച്ച് 140 പേരെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയെ കുറിച്ചല്ലേ പറയുന്നത്. അതിനകത്തുള്ള മറ്റ് MLA-മാർക്ക് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സമീപനം എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മാത്രം ഇമ്പോസ് ചെയ്യാൻ കാരണം? മറ്റുള്ള പാർട്ടിയിൽപ്പെട്ട MLA-മാരുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടതായി പോലും നടിക്കാതെയാണ് എന്നോട് മറുചോദ്യം ചോദിക്കുന്നത്. അപ്പോ മറ്റ് സമാന സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള ഏത് പാർട്ടിയിലെയും ഏത് തീരുമാനത്തെക്കാൾ ശക്തമാണ് ഞങ്ങളുടെ നടപടി. അത് ഞങ്ങളുടെ ഒരു എല്ലാ വിധത്തിലുമുള്ള
ആലോചനയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതുമാണ്. ഒരു കാര്യം കൂടി ഇനി കൂടുതൽ തെളിവുകളോ അതല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളോ നിയമപരമായ നീക്കങ്ങളോ കേസെടുക്കൽ FIR രജിസ്റ്റർ ചെയ്ത പോലെ നടപടിയോ ഉണ്ടായാൽ രാഹുലിന്റെ രാജി കോൺഗ്രസിന് ആവശ്യപ്പെടേണ്ടി വരില്ലേ? അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് മുന്നിൽ കാണുന്നില്ലേ? ഇപ്പൊ തൽക്കാലം നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അതൊന്നും ഇല്ലല്ലോ. നമ്മൾ ആന്റിസിപ്പേറ്ററി ചോദ്യം ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ അതൊന്നും ഇല്ലല്ലോ. ഇല്ലാത്ത കാലത്തെ ഒരു കഥയെന്തിനാ നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ശരി 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 യെസ്, വളരെ നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. CPM-ൽ ഞാൻ പേരൊന്നും പറയില്ല ആരെ, ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം CPM ഒരു നടപടി എടുത്തില്ല. BJP പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം. ആരും ഒരു നടപടി എടുത്തിട്ടില്ല. ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് CPM-ൽ നിന്ന് തന്നെ പറയാമല്ലോ. ഞങ്ങൾ അവരാരെങ്കിലും പേര് പറഞ്ഞു, അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി അതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി, പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ്. അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ്. ഞാനൊരു 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു, വേറെ ഒരു പാർട്ടിയിലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഇക്കാര്യത്തിൽ തെളിയിക്കും, നിങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒരു പാർട്ടിയെ പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ബന്ധമുള്ള, പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ, ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവിടെ തന്നെ ഇരിക്കല്ലേ ആളുകൾ. അതല്ല, ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിൽപ്പെട്ട, ഞാൻ എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ? നിങ്ങൾ അതൊന്ന് ചോദിക്കും. നിങ്ങളെല്ലാവരും ചോദിക്കും. നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾ ആരോടും ചോദിക്കില്ല. ഇപ്പോൾ CPM-ന്റെ മഹിളാ നേതാക്കൾ എല്ലാവരും വന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം രാജിവെക്കണമെന്ന്. അവരാരും കേൾക്ക്, ഞാൻ പറയണ കേൾക്ക്, ഞാനല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പറഞ്ഞിട്ട് വയ്യ. അവരെല്ലാവരും ഈ CPM നേതാക്കൾ ഇത്രമാത്രം ആളുകൾ, ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 4 ആളല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ CPM-ൽ ഒരു നടപടിയെടുക്കാതെ, ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ്.